40 കോടി രൂപ വിലയുള്ള പശു. കേട്ടിട്ട് ഞെട്ടിയോ? ഞെട്ടണ്ട, സത്യമാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പശു വിറ്റുപോയത് 40 കോടി രൂപയ്ക്കാണ്. അതും ഇവനൊരു ഇന്ത്യക്കാരനെന്ന് അറിയുമ്പോൾ അതിനേക്കാൾ വലിയൊരു കൗതുകമുണ്ടാകാം. പലപ്പോഴും പല ലേലങ്ങളും ആഗോള ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റാറുണ്ട്. ഇത്തവണ അങ്ങനെ വൈറലായിരിക്കുകയാണ് ഒരു കന്നുകാലി ലേലം. ഇത് നടന്നത് ബ്രസീലിലാണ്. വീറ്റിന 19 FIV മാര ഇമോവിസ് എന്നറിയപ്പെടുന്ന പശുവാണ് ലേലത്തിൽ അതിശയകരമായ തുകയ്ക്ക് വിറ്റുപോയത്. ഇന്ത്യയിൽ നിന്ന് ബ്രസീലിലെത്തിയ നെല്ലൂർ പശുവാണിത്. കന്നുകാലി പ്രേമികളുടെയും പൊതുജനങ്ങളുടെയും പ്രശംസ പിടിച്ചുപറ്റി ബ്രസീലിൽ നടന്ന ലേലത്തിൽ ഈ അസാധാരണ പശുവിന് $4.8 മില്യൺ, അതായത് 40 കോടി രൂപയാണ് ലഭിച്ചത്. കന്നുകാലി വ്യവസായത്തിൽ മികച്ച ജനിതക സവിശേഷതകളുള്ള സാധ്യതകൾ അടിവരയിടുന്നതാണ് ഈ ലേലം. ഈ പശുവിൻ്റെ വെളുത്ത നിറം, തോളിലെ സ്വഭാവ ഗുണങ്ങൾ എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. നെല്ലൂർ ബ്രീഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പശു കൂടുതലായും കാണപ്പെടുന്നത് ബ്രസീലിലാണെങ്കിലും ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിനൊരു ഇന്ത്യൻ ബന്ധമുണ്ട്. ബോസ് ഇൻഡിക്കസ് എന്നും ഈ പശുക്കൾ അറിയപ്പെടുന്നുണ്ട്. ഈ കന്നുകാലികളുടെ ഉത്ഭവം ആന്ധ്രാപ്രദേശിലെ, നമ്മുടെ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ നെല്ലോറയിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിൽ നിന്നുള്ള നാടൻ കന്നുകാലി ഇനമായ ഓങ്കോൾ കന്നുകാലികളിൽ നിന്നാണ് നെല്ലോർ ഇനം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അവ എങ്ങനെ ബ്രസീലിലെത്തി എന്നതുകൂടെ ഒരു ചരിത്രമാണ്, അതുകൂടെ പരിശോധിക്കാം. 1868 കപ്പൽ മാർഗം ബ്രസീലിലെത്തിയ ഒരു ജോഡി ഓങ്കോൾ കന്നുകാലികളിൽ നിന്നാണ് ആ ചരിത്രം ആരംഭിക്കുന്നത്. നെല്ലോറിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നെല്ലോർ പശുക്കൾ എന്നുള്ള പേരും വന്നു. 1878 ഹാംബർഗ് മൃഗശാലയിൽ നിന്ന് മറ്റൊരു ജോഡി കന്നുകാലികളെ കൂടി ബ്രസീലിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ബ്രസീലിലുള്ള നെല്ലോർ പശുക്കൾ 1960 ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയവയുടെ പാരമ്പര്യത്തിൽ പെട്ടതാണെന്നുള്ളതാണ് കരുതുന്നത്. കഴിഞ്ഞ 30 വർഷങ്ങളായി ബ്രസീലിലെ മികച്ച പശു ഇനങ്ങളിൽ ഒന്നായി ഇപ്പോൾ അറിയപ്പെടുന്ന ഇനമാണ് നമ്മുടെ നാട്ടിൽ തന്നെ നെല്ലോർ ഇനം. ഇന്ന് ബ്രസീലിൽ 50 ലക്ഷത്തിലേറെ നെല്ലോർ പശുക്കൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഏത് കാലാവസ്ഥയുമായും യോജിച്ചു പോകാനുള്ള കഴിവ് ഈ പശുക്കൾ കൊണ്ട് മാത്രമല്ല, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവ കൂടുതൽ ജനപ്രിയമാകുന്നത്. അന്തർലീനമായ കരുത്ത്, കാര്യക്ഷമമായ മെറ്റാബോളിസം, ഉയർന്ന പ്രതിരോധ ശേഷി എന്നിവ നെല്ലൂർ ഇനത്തെ കന്നുകാലി കർഷകർക്കിടയിൽ വലിയ താരമാക്കി മാറ്റി. ഇതിൽ ഇപ്പോൾ പറഞ്ഞ ബ്രീഡ്, അതായത് വിയറ്റിന 19 FIV മാര ഇമോവിസ് അഭിലഷണീയമായ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന ഒരു ഇനമാണ്. ജനിതക ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി സൂക്ഷ്മമായി വളർത്തിയെടുക്കേണ്ട ഒരു ഇനം കൂടിയാണിത്. ബ്രസീലിലെ സാവോപോളയിലെ ആരാൻഡുവിലാണ് 40 കോടി വിലയ്ക്ക് വിറ്റുപോയ പശുവിൻ്റെ ഈ ലേലം നടന്നത്. ലേലം ഇതിനോടകം തന്നെ ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു. ലേലം കന്നുകാലി വളർത്തലിൻ്റെ മൂല്യം വീണ്ടും ഉറപ്പിക്കുകയും അതിൻ്റെ ആഗോള നിലവാരം ഉയർത്തുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. ബ്രസീലിലെ കന്നുകാലി ജനസംഖ്യയുടെ ഏകദേശം 80% നെല്ലൂർ പശുക്കളാണ്. പ്രതികൂല പാരിസ്ഥിതിക സാഹചര്യങ്ങളോടുള്ള അവയുടെ പ്രതിരോധവും നേരായ ബ്രീഡിംഗ് ആവശ്യകതകളുമെല്ലാം ബ്രസീലിലെ വൈവിധ്യമാർന്ന കാലാവസ്ഥകളിലുടനീളം കന്നുകാലി കർഷകർക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ നെല്ലോർ ബ്രീഡ്.